വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടി അനുസരിച്ച് ഇവർ 11 ജൂലൈയിലാണ് പോയത്. 32 ഇന്ത്യക്കാരാണ് ഈ ടൂറിസ്റ്റായിട്ട് വിയറ്റ്നാമിലേക്ക് പോയത്. അവിടെ ഇപ്പോൾ അതിൽ ഈ മരിച്ചവരിൽ 32 പേരും ബോട്ടിൽ യാത്ര ചെയ്യുന്ന 32 പേരും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു. ഇവർ മൊബൈൽ കമ്പനിയാണ് ഇവരെ ഈ ടൂർ പാക്കേജിൽ ഇവർ പോയത്. ഇവർക്ക് ആ മൊബൈൽ കമ്പനിയായിട്ട് ഏജൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 34 അവർ എല്ലാ വർഷവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ നിന്നും 3 സംസ്ഥാനങ്ങളിലെ അവരുടെ ഈ മൊബൈൽ കമ്പനിയുടെ ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെയാണ് ഈ ജോമോനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലൊവേനിയും ഈ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെട്ടത്. ഇപ്പോൾ നമുക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് മൊത്തം 32-ൽ 15 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്. അത് മറ്റേ ഈ വർഗീസ് തോമസ്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വൈഫ്. അല്ല, അത് തന്നെ വൈഫ് മറ്റേ ലൊവേനിയാണ് കേരളത്തിൽ നിന്നുള്ളത്. ബാക്കി ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇപ്പോൾ എംബസി അവിടെ വിയറ്റ്നാമിലെ അവരുടെ ഹവാന, അവരുടെ തലസ്ഥാനത്ത് നിന്നാണ്, വിയറ്റ്നാമിൻ്റെ തലസ്ഥാനത്ത് നിന്ന് എംബസി ഉദ്യോഗസ്ഥന്മാർ ഈ മരിച്ച ഈ ബോട്ട് അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കോൺസുലേറ്റ് ഓഫീസുണ്ട് ഇന്ത്യ ഗവൺമെൻറ്. അവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. കുറേ പേര് മരിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. രക്ഷപ്പെട്ടവരുണ്ട്, അവരെല്ലാം ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പേര് അവിടെ IC യൂണിറ്റിൽ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ചികിത്സയിലാണ്. മരിച്ചവരെ നാട്ടിലെത്തിക്കുവാനുള്ള ബാക്കി അനന്തര നടപടികൾ നാളെ മുതൽ അവരാരംഭിക്കും. പോസ്റ്റ്മോർട്ടം, എംബാമിങ്, അതുപോലെ തന്നെ അവരുടെ നിയറസ്റ്റ് എയർപോർട്ടിലേക്ക് ബോഡികൾ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ നാളെ മുതൽ എംബസി ആരംഭിക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസഡറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്ത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മരണപ്പെട്ട 15 പേരുടെയും മൃതശരീരങ്ങൾ അവരുടേതായ സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. എംബസി വളരെ ആക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എംബസി ഉദ്യോഗസ്ഥന്മാരിപ്പോൾ സ്പോട്ടിലുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ബാക്കി കാര്യങ്ങളെല്ലാം നാളെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്.